ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്ലാനറ്റ്സിനെ കുറിച്ചാണ് നോക്കിയത്. ഇതിൽ നമുക്ക് മറ്റ് ചില സോളാർ സിസ്റ്റം ബോഡീസിനെ കുറിച്ച് നോക്കാം. ഡ്വാർഫ് പ്ലാനറ്റാണ് ആദ്യത്തെ. ഡ്വാർഫ് പ്ലാനറ്റ് എന്താണ്? നമ്മുടെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നതിൽ അവർക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, റൈറ്റ്? സോ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പ്ലാനറ്റിൻ്റെ ചുറ്റും പോകുന്ന ഏതൊരു ഡെബ്രിസിനെ അവർ പിടിച്ച് ഉള്ളിലോട്ട് വലിക്കും, ഉള്ളിലോട്ട് എടുക്കും. പക്ഷേ ഈ ഡ്വാർഫ് പ്ലാനറ്റിന് അത്രയധികം എനർജി ഫോഴ്സ് ഇല്ല. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇതിന് ചുറ്റും ഒരുപാട് ഡെബ്രിസ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് അതിൻ്റെ ക്രൂഷ്യൽ ഡിസ്റ്റൻഷൻ എന്ന് പറയുന്നത് ദിസ് ഡു നോട്ട് ക്ലിയർ ദിയർ ഓർബിറ്റൽ നൈബർഹുഡ്സ്. ഓർബിറ്റൽ നൈബർഹുഡ്സിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ അവർക്കില്ല. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പ്ലൂട്ടോ. പ്ലൂട്ടോ ശരിക്കും നമ്മൾ ആദ്യം പ്ലാനറ്റ് ആണെന്നാണ് കരുതിയത്. പിന്നീടാണ് നമ്മൾ മനസ്സിലായത് അതൊരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. കാരണം എന്തില്ല, അതിന് ഇറ്റ് ഷെയർസ് ഇസ് ഓർബിറ്റ് വിത്ത് അതർ ഒബ്ജക്ട്സ് ഇൻ ദ കുയിപ്പർ ബെൽറ്റ്. കുയിപ്പർ ബെൽറ്റിൽ അതിൻ്റെ കൂടെയുള്ള മറ്റുള്ള ഡെബ്രസിൻ്റെ കൂടെ അതിങ്ങനെ എന്താ പറയുക, സ്പേസ് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇറ്റ് ഡു നോട്ട് ഹാവ് ദി എബിലിറ്റി ടു മറ്റുള്ളതിനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള അത്രയും ആ ഒരു മാസ് അല്ലെങ്കിൽ അത്രയും ഒരു ഗ്രാവിറ്റേഷൻ അതിനില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെ മറ്റുള്ള ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഒന്ന് സിറിയസ് ആണ്. സിറിയസ് എന്ന് പറയുന്നത് ഇന്നർ സോളാർ സിസ്റ്റത്തിൽ തന്നെയുള്ള, അതായത് ആസ്ട്രോയിഡ് ബെൽറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്. പിന്നെ ഐറിസ് ഒരു എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് ആക്ച്വലി വളരെ വലുതാണ്, പ്ലൂട്ടോൻ്റെ അത്രയും തന്നെ വലുതാണ്. ഇൻ ദ സെൻസ് ദാറ്റ്സ് കൈൻഡ് ഓഫ് റഫ്ലി ദ സെയിം സൈസ് ആസ് പ്ലൂട്ടോ. അതുപോലെ തന്നെ ഹോമിയോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ദാറ്റ് ഈസ് ഒരു എഗ് ഷേപ്പിലുള്ളൊരു സാധനമാണ്. മേക്ക് എന്ന് പറയുന്ന ഒരു ഡ്വാർഫ് പ്ലാനറ്റ്. സോ ദീസ് ആർ സം ഓഫ് ദ നെയിംസ് വിച്ച് യു ക്യാൻ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ദാറ്റ് ദീസ് ആർ ഡ്വാർഫ് പ്ലാനറ്റ്. ഏതൊക്കെയാണ്? പ്ലൂട്ടോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ്, സിറിയസ് ഉണ്ട്, ഐറിസ് ഉണ്ട്, ഹോമിയോ ഉണ്ട്, അതുപോലെ തന്നെ മേക്ക് ഉണ്ട്. ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഇനി ആസ്ട്രോയിഡ് ബെൽറ്റ് എന്താണ്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബെൽറ്റിലൂടെയാണോ ഒരുപാട് ആസ്ട്രോയിഡ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. ആൻഡ് മെയിൻലി ഈ നമ്മൾ ആദ്യത്തെ 4 പ്ലാനറ്റ്സും പിന്നത്തെ 4 പ്ലാനറ്റ്സിനെ കുറിച്ച് നോക്കില്ലേ, അതായത് ഫസ്റ്റത്തെ 4 പ്ലാനറ്റ്സ് ലൈക്ക് ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ, അതിന് നടുക്ക് കിടക്കുന്ന ഒരു ബെൽറ്റിനെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബിറ്റ്വീൻ മാസ് ആൻഡ് ജൂപ്പിറ്റർ, റൈറ്റ്? അപ്പോൾ ആ മാസിൻ്റെ ജൂപ്പിറ്ററിലുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റെല്ലർ ആയിട്ടുള്ള ഡിസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഓബ്ജക്ട്സ് ഉണ്ട്. അതിനെ നമ്മൾ ട്രോജൻ ആസ്ട്രോയിഡ്സ് എന്നാണ് പറയുക. ഈ ട്രോജൻ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഗ്രൂപ്പ് ഓഫ് ആസ്ട്രോയിഡ്സ് ആണ് ദാറ്റ് ഇസ് ഷെയറിങ് ആൻ ഓർബിറ്റ് വിത്ത് എ ലാർജർ പ്ലാനറ്റ് വിച്ച് ഇസ് മൂവിങ് അലോങ് ദ സെയിം പാത്ത് അറൗണ്ട് ദ സൺ. അപ്പം എന്ത് ചെയ്യില്ല, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, കൊളൈഡ് ചെയ്യില്ല, മറ്റു പ്ലാനറ്റ്സുമായിട്ട് കൊളൈഡ് ഒന്നും ചെയ്യില്ല. സോ ദാറ്റ്സ് ഹൗ ദിസ് എൻറ്റയർ തിങ് ഇസ് വർക്കിംഗ്. അപ്പോൾ മാസിൻ്റെയും ജൂപ്പിറ്ററിൻ്റെയും ഇടയിലുള്ള ഒരുപാട് ട്രോജൻ ആസ്ട്രോയിഡ്സ് ഉൾക്കൊള്ളിക്കുന്ന ഒരു ബെൽറ്റിൻ്റെ പേരാണ് എന്ത്? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന്. ഇനി മറ്റ് വൈൽ സെവറൽ planets including Mars and Earth possess a few trojans. ജൂപ്പിറ്ററിന് ഒരുപാട് വാസ്റ്റ് മെജോറിറ്റി ഓഫ് ട്രോജൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്, മില്യൺ ലാർജർ ദാൻ 1 കിലോമീറ്റർ. അതിന് കാരണം എന്താ? അതിന് ഇമ്മൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റി ഉണ്ട്. അതായത് എല്ലാ ദ തിങ്സ് ഈ പറയുന്ന ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്ന ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ മാത്രമാണോ ഉള്ളത്? അല്ല, എല്ലാ പ്ലാനറ്റിന് ചുറ്റും കുറച്ച് എന്തുണ്ട്? ആസ്ട്രോയിഡ്സ് ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് ട്രൂ. പക്ഷേ നമ്മുടെ ഏർത്തിനൊക്കെ കുറച്ച് ആസ്ട്രോയിഡ്സ് ഏർത്തിന് ചുറ്റുന്നുള്ളൂ. വേറാസ് ജൂപ്പിറ്ററിന് ചുറ്റും ഒരുപാട് ട്രോജൻസ്, വാസ് മെജോറിറ്റി ഓഫ് എന്താ പറയുക, ട്രോജൻസും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ആർക്ക് ചുറ്റുമാണ്? ജൂപ്പിറ്ററിന് ചുറ്റുമാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് മാസീവ് ആയിട്ടുള്ള ഇമ്മൻസ് ആയിട്ടുള്ള ഗ്രാവിറ്റി. ഈ ബോഡീസ് എല്ലാം സയൻറ്റിഫിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ ആസ്ട്രോയിഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോളർ സിസ്റ്റം ഫോം ചെയ്യുന്ന ടൈമിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഫോം ചെയ്ത സമയത്തുള്ള പാർട്ടിക്കിൾസാണ്, ഈ റോക്ക് പാർട്ടിക്കിൾസാണ് ഈ പറയുന്ന ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളും നമുക്ക് കിട്ടും. നാസയുടെ ലൂസി മിഷനാണ് ഈ പറയുന്ന ട്രോജൻ ആസ്ട്രോയിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മിഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ നോക്കി? ഡ്വാർഫ് പ്ലാനറ്റിനെ കുറിച്ച് നോക്കി. ഡ്വാർഫ് പ്ലാനറ്റിന് എന്തില്ല, ഈ പറയുന്ന ക്ലിയർ ചെയ്യാൻ, ഇതിന് നൈബർഹുഡ് ക്ലിയർ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളത് കണ്ടു. അതിന് കുറേ പേരുകൾ പഠിച്ചു. അതുപോലെ തന്നെ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് മാസിനും ജൂപ്പിറ്ററിനും നടുക്കുള്ള ആസ്ട്രോയിഡ് ബെൽറ്റാണ്. എല്ലാ പ്ലാനറ്റ്സിനും ചുറ്റും ഹവർ എന്താ പറയുക, ആസ്ട്രോയിഡ്സ് ഉണ്ട്. ആസ്ട്രോയിഡ്സ് ഡു ഷെയർ ദിയർ ഓർബിറ്റ് വിത്ത് ലാർജർ പ്ലാനറ്റ്സ് ആൻഡ് ജൂപ്പിറ്ററിൻ്റെ ചുറ്റുമാണ് ഏറ്റവും വാസ്റ്റ് മെജോറിറ്റി ഓഫ് ആസ്ട്രോയിഡ്സ് ഉള്ളത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്മൻസ് ഗ്രാവിറ്റി ആൻഡ് അത്രയും മാസ് ഉള്ളതുകൊണ്ട്. അടുത്ത ഒരു ബോഡി എന്ന് പറയുന്നത് ഔട്ടർ സോണിലുള്ള ട്രാൻസ് നെപ്റ്റ്യൂണിയൽ റീജിയനെ കുറിച്ചിട്ടാണ് പിന്നെ നോക്കാനുള്ളത്. ട്രാൻസ് നെപ്റ്റ്യൂണിയൽ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ സോളർ സിസ്റ്റം കഴിഞ്ഞു. സോളർ സിസ്റ്റം അവസാനത്തെ പ്ലാനറ്റ് നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിന് പുറത്തുള്ള 2 ബെൽറ്റുകളാണ്. ഒന്ന് കുയിപ്പർ ബെൽറ്റാണ്. കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് എ കുയിപ്പർ ബെൽറ്റ്. ഇതെല്ലാം ശരിക്കും ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കേസസ് ആണ്. വിച്ച് വി കനോട്ട് റിയലി ഒരു ക്ലൗഡ് രൂപത്തിലൊന്നും ഇതിനെ കാണാനൊന്നും പറ്റില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് കൈൻഡ് ഓഫ് ഒരു തിയോറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ
ക്ലൗഡ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ്. സോ കുയിപ്പർ ബെൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓട്ട് ക്ലൗഡും ഉണ്ട്. ദീസ് ആർ ദ 2 തിങ്സ് വിച്ച് ഈസ് ആക്ച്വലി ഔട്ട്സൈഡ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത്, നെപ്റ്റ്യൂണിൻ്റെ അപ്പുറത്ത് കുയിപ്പർ ബെൽറ്റ് ഉണ്ട്. കുയിപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത് ആ റീജിയൻ ഒരു ഡിസ്ക് ഷേപ്പാണ്. അതുപോലെ തന്നെ 30 to 50 എയറോനോട്ടിക്കൽ യൂണിറ്റ്സ് അത് കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് ബെൽറ്റ് ഇസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് ഫ്രോസൺ ആയിട്ടുള്ള വോളറ്റൈൽസ് ആണ്. മീത്തീൻസ്, അമോണിയ, വാട്ടർ ഐസസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഈ ക്യൂപ്പർ ബെൽറ്റിൽ മെയിനായിട്ട് എന്താ ഉള്ളത്? ഡ്വാർഫ് പ്ലാനറ്റ്സ്, നമ്മുടെ പ്ലൂട്ടോ ഒക്കെ കിടക്കുന്നത് ക്യൂപ്പർ ബെൽറ്റിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഓർബിറ്റ് ചെയ്യും അല്ലേ. ഓർബിറ്റിംഗ് അറൗണ്ട് ഈ പറയുന്ന സൺ എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് 200 വർഷത്തിന് കുറവ്, 200 വർഷത്തിനുള്ളിൽ ചുറ്റിത്തീരുന്ന എന്താ പറയുക പ്ലാനറ്റ്സ്, എന്താ പറയുക ഡ്വാർഫ് പ്ലാനറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കുയിപ്പർ ബെൽറ്റിലുള്ളത് എന്ന് മനസ്സിലാക്കാം. അതായത് ഓട്ട് ക്ലൗഡ് എന്നാണ്. ഓട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കലായിട്ടുള്ള മാസീവ് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു റീജിയനാണ്. അത് 2000 to 1 lakh ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സിലാണ് കിടക്കുന്നത്. അത്രയും ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്നുണ്ട്. ക്യൂപ്പർ ബെൽറ്റിനെ പോലെയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ഡയറക്ഷനിൽ ഈ സാധനം കവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ സംഭവങ്ങൾ വിൽ ബി ടേക്കിംഗ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ടു ഓർബിറ്റ് ദ സൺ. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് സൂര്യന് ചുറ്റും അത് ഓർബിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ട്രാൻസ് നെപ്റ്റ്യൂണൽ റീജിയനെ കുറിച്ചിട്ടാണ് നോക്കിയത്. ട്രാൻസ് നെപ്റ്റ്യൂണൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത്, നെപ്റ്റ്യൂണിന് പുറത്ത്. അപ്പോൾ ഇത് സോളാർ സിസ്റ്റം ആണെങ്കിൽ അതിന് പുറത്തൊരു ക്യൂപ്പർ ബെൽറ്റ് ഉണ്ട്. ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ 200 വർഷം കൊണ്ട് സൂര്യനെ ചുറ്റി വരാൻ പറ്റുന്ന പ്ലാനറ്റ്സുകൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ് ഉള്ള ഒരു ഏരിയയാണ് ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അതിനും ചുറ്റുമുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള മാസീവ് സ്ഫെറിക്കൽ ഷെല്ലാണ്. അതിൽ ഇറ്റ് ടേക്സ് അബൌട്ട് 1000 ഇയേഴ്സ് ചുറ്റി തീരാനായിട്ട്. അബൌട്ട് 2000 to 1 lakh എയറോനോട്ടിക്കൽ യൂണിറ്റ്സ് ആണ് അത് ശരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചെറിയ ചെറിയ സോളാർ സിസ്റ്റം ബോഡീസിനെ കുറിച്ച് നോക്കാം. ആസ്ട്രോയിഡ്സ്, കോമറ്റ്സ്, അതുപോലെ തന്നെ മിറ്റിറോയിഡ്സ്, മിറ്റിറൈറ്റ്. ഇത് മൂന്നും ഒരേ കൺസെപ്റ്റാണ്, പക്ഷേ മൂന്ന് സ്റ്റേജ്, ലൈഫ് സ്റ്റേജസിൽ 3 രീതിയിലാണ് അതിൻ്റെ പേര് പഠിക്കുക. സോ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ആസ്ട്രോയിഡ്സ് ആണ്. ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് എന്താ, റോക്കി അല്ലേ, എയർലെസ് ആയിട്ടുള്ള റോക്കി ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്, മൈനർ ആയിട്ടുള്ള പ്ലാനറ്റ്സ് ആണ്. ദേ പ്രൈമറി കമ്പോസ്ഡ് ഓഫ് വാട്ട്, സിലിക്കേറ്റ്സും മെറ്റൽസ് ആണ് ഉണ്ടാവുക. മെയിൻ ആയിട്ടുള്ള വാസ്റ്റ് മെജോറിറ്റി ഓഫ് സംഭവങ്ങളും മെയിൻ ആയിട്ടുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിൽ തന്നെയാണുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചുള്ള ആസ്ട്രോയിഡ് ബെൽറ്റിനെ കുറിച്ച്, ദാറ്റ് ഇസ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ബാക്കിയുള്ള ആൻഡ് ദേ ആർ ഓൾസോ നോൺ ആസ് വാട്ട്, ട്രോജൻസ്. പിന്നെ അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ലാർജർ പ്ലാനറ്റ്സിന് ചുറ്റും എന്തുണ്ട്, ചെറിയ ചെറിയ ആസ്ട്രോയിഡ്സ്, എല്ലാ കല്ലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഇനി കോമറ്റ്സ് എന്ന് പറയുന്നതിനെ ഡേർട്ടി സ്നോബോൾസ് എന്നും കൂടിയാണ് വിളിക്കുക. ദീസ് ആർ ആക്ച്വലി കോൾഡ് ആയിട്ടുള്ള എന്താ പറയുക സംഭവങ്ങളാണ്. ഇറ്റ് വിൽ ബി റീച്ചിങ് ദ ക്യൂപ്പർ ബെൽറ്റ് അല്ലെങ്കിൽ ഔട്ട് ക്ലൗഡ് അല്ലെങ്കിൽ ക്യൂപ്പർ ബെൽറ്റിൽ എത്തും. ഇത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്യാസസ് ആണ്, റോക്ക്, ഡസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ, ഈ സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമറ്റ്സ് സണ്ണിന് ചുറ്റും ആക്റ്റീവ് ആകും വെൻ ഇറ്റ് ഈസ് അപ്രോച്ചിങ് ടുവേർഡ്സ് ദ സൺ. സണ്ണിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇത് ആക്റ്റീവ് ആവും. അത് മാത്രമല്ല, സണ്ണ് ഇതിൻ്റെ ഐസിനെ സബ്ലിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിളങ്ങും, ഗ്ലോ ചെയ്യും. ആൻഡ് ആ ഗ്ലോ ചെയ്യുന്ന സമയത്ത് ആ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ മൊത്തം അതിങ്ങനെ ഷൈൻ ചെയ്യിപ്പിക്കും. അതിൻ്റെ പേരാണ് കോമ എന്ന് പറയുന്നത്. ആ ഒരു ഗ്ലോയിങ് അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദിസ് കോമറ്റ് ഇസ് കോൾഡ് കോമ. ആൻഡ് അത് മാത്രമല്ല, അതിന് ഒരു വാലുണ്ട്. ആ വാൽ എങ്ങോട്ടേക്കാണ് അത് പോയിന്റ് ചെയ്യുക, സണ്ണിന് നേരെയായിരിക്കും ഈ വാല് പോയിന്റ് ഔട്ട് ചെയ്യുക. അതാണ് കോമറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി മിറ്റിറൈറ്റും ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി ഇത് സെയിം ഒബ്ജക്റ്റ് ആണ്, പക്ഷേ അതിൻ്റെ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റേജസിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. വാട്ട് ഇസ് ഇറ്റ്? സി, മിറ്റിറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിൽ ഉണ്ടാവുമ്പോൾ ഉള്ള കല്ല്, അതായത് ആ റോക്ക് അല്ലെങ്കിൽ മെറ്റാലിക് ബോഡി വിച്ച് ഇസ് ട്രാവലിംഗ് ഇൻ ദ ഔട്ടർ സ്പേസിലിരിക്കുന്ന സമയത്ത് ദറ്റ് ഇസ് മിറ്റിറോയിഡ്. ഓക്കെ, ആ മിറ്റിറോയിഡ് എന്ന് പറയുന്നത് ശരിക്കും ആസ്ട്രോയിഡിനെക്കാട്ടിലും കുഞ്ഞിതാണ്. ഓക്കെ, ഒരു ഗ്രെയിൻ ഓഫ് ഡസ്റ്റിൻ്റെ അത്രയേ ഉണ്ടാവുള്ളൂ. മിറ്റോർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഇസ് മിറ്റോർ. അതിനെ ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഏർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് അത് കടന്നു, അപ്പോൾ ഭയങ്കര സ്പീഡിൽ അതിങ്ങനെ വരികയാണ്, എർത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് പോവുകയാണ്. ആ ഫ്രിക്ഷൻ കാരണം അത് കത്തും. ഓക്കെ, ആ കത്തുന്ന ആ സ്ട്രീറ്റ് ഓഫ് ലൈറ്റ് ഒക്കെ ഉണ്ടാവുന്നതിനാണ് മിറ്റ്യോർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് വന്നിട്ട് ഇവിടെ പതിച്ചു, നമ്മുടെ ഉൽക്ക വന്നിട്ട് നമ്മുടെ ഭൂമിയിൽ പതിച്ചു ഓൺ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ എത്തുന്ന സിറ്റുവേഷനിൽ അപ്പം എന്താ അത് മാറുന്നത്, അപ്പം അതിൻ്റെ പേരാണ് മിറ്റ്യൂറൈറ്റ്. ഫിയേഴ്സി ആയിട്ട് അത് അറ്റ്മോസ്ഫിയർക്ക് പാസ് ഓൺ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് അത് നിൽക്കും. ആ നിന്നിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ലേക്കാണ് എബൌട്ട് 50,000 ഇയേഴ്സ് ഏകോ ഒരു ഇതുപോലൊരു ഉൽക്ക പതിച്ചിട്ടുണ്ടായ ഒരു നദിയുടെ പേരാണ് ലോണാർ ലേക്ക്. ലോണാർ ലേക്ക് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലാണ്. അതൊരു മാസീവ് ആയിട്ടുള്ള ഒരു മെറ്റീറോയിഡ് ഇതുപോലെ വന്ന് പതിച്ചിട്ട് അവിടെ ഒരു ലേക്ക് റൂം, അത്രയും ഒരു കുഴി സംഭവിച്ചു. അതിൽ മഴവെള്ളമൊക്കെ വന്ന് നിന്ന് ദാറ്റ് സംഭവം അതൊരു ലേക്കായിട്ട് മാറി 50,000 വർഷങ്ങൾക്ക് ശേഷം. നൗ ഇറ്റ്സ് എ ലേക്ക്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ആസ്ട്രോയിഡ് നോക്കി. ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് റോക്കാണ്, മെറ്റലാണ്.
പിന്നെ അതിന് ടെയിലും സംഭവങ്ങളൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഡു ലുക്ക് ലൈക്ക് എ സ്റ്റാർ. പിന്നെ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, ആസ്ട്രോയിഡ് ബെൽറ്റിലാണ് മെയിനായിട്ട് ഇത് കാണുക. ഓക്കെ, കോമറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കോമറ്റ് എന്ന് പറയുന്നത് ഐസ്, ഡസ്റ്റ്, ഗ്യാസ് എല്ലാം ചേർന്നിട്ടുള്ള സാധനമാണ്. അതൊരു ഫസി ഹെഡും ഒരു ലോങ് ടെയിലും ഉണ്ട്. ആ ടെയിൽ എപ്പോഴും സൂര്യനോട് ചേർന്നിട്ട്, ഐ മീൻ അതിന് ഫേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെയിൽ ഉണ്ടാവുക. കുയിപ്പർ അല്ലെങ്കിൽ ഓട്ട് ക്ലൗഡിലാണ് അത് ഉണ്ടാവുക. ദാറ്റ് ഔട്ട് ദ സോളാർ സിസ്റ്റമാണ് അത് ഉണ്ടാവുക. ഓൾറൈറ്റ്, മിറ്ററോയിഡ് എന്ന് പറയുന്നത് നേരെ ഭൂമിയിലേക്ക് പതിക്കുന്ന സാധനങ്ങൾ. ഇത് തന്നെയാണ് ആക്ച്വലി ഈ പറയുന്ന ആസ്ട്രോയിഡും കോമറ്റും തന്നെയാണ്, അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളാണ് ഈ പറയുന്ന മിറ്ററോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. റോക്ക് അല്ലെങ്കിൽ മെറ്റൽ ഫ്രാഗ്മെൻറ്റ്സ് തന്നെയാണ്. ദീസ് ആർ ദ ബ്രോക്കൺ ബിറ്റ്സ് ഓഫ് ആസ്ട്രോയിഡ്സ് ആൻഡ് കോമറ്റ്. ആൻഡ് ഇത് ശരിക്കും ലൈറ്റായിട്ട് വീഴുന്ന സമയത്ത് ഇത് ലൈറ്റായിട്ട് വരും. സോ മിറ്റ്യൂറോയിഡ് ഉണ്ട്, മിറ്റ്യൂറൈറ്റ് ഉണ്ട്, അതൊന്ന് മിറ്റ്യോർ ഉണ്ട്. മിറ്റ്യൂറോയിഡ് എന്ന് പറയുന്നത് സ്പേസിലുള്ള സമയത്ത് ദാറ്റ്സ് കോൾഡ് മിറ്റ്യൂറോയിഡ്. ആൻഡ് മിറ്റ്യോർ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് ആണ്, ആ കത്തുന്ന സമയം. മിറ്റ്യൂറൈറ്റ് എന്ന് പറയുന്നത് ഭൂമിയിൽ പതിക്കുമ്പോൾ ഉള്ള സമയം. അപ്പം these are the different objects that has been seen in the space. So hope you like the video. Thank you.